അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട പുല്ലാട് എത്തിച്ചു. മൃതദേഹം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് 4:30 വീട്ടുവളപ്പിലാണ് സംസ്കാരം. അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടു. ഇപ്പോൾ ഡെഡ് ബോഡി ഇന്നലെയാണ് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയത്. ഏറെ വേദനയോടെ ദുഃഖത്തോടെ രഞ്ജിതയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലിയും അർപ്പിക്കുന്നു. ഈ വിഷമത്തിൽ, ഈ നാടിന്റെ ദുഃഖത്തിൽ സംസ്ഥാന ഗവൺമെന്റും പങ്കുചേരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ബന്ധപ്പെട്ട വ്യോമസേനയും എല്ലാം ചേർന്ന് ഭാവി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. AV ജയശങ്കർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, നാടിന്റെ വേദനയായതാണ് രഞ്ജിത. ഏത് രീതിയിലാണ് നാട് രഞ്ജിതയ്ക്ക് യാത്രയപ്പ് നൽകുന്നത്? അശ്മി, ഈ ഭൗതികദേഹം ഈ പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ എത്തിച്ചു മുതൽ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. മന്ത്രി VN വാസവൻ, ഒപ്പം തന്നെ ആന്റണി MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി ഇതിനോടകം തന്നെ അർപ്പിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1:30 വരെ ഈ സ്കൂളിൽ പൊതുദർശനം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി ആ സമയത്ത് തന്നെ ആളുകളെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കണം എന്നാണ് കുടുംബമൊക്കെ അറിയിച്ചിരിക്കുന്നത്. കാരണം വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം തന്നെ മതപരമായ ചടങ്ങുകൾ നടത്താനും മാത്രമുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കണം എന്നാണ് കുടുംബത്തിന്റെ ഒരു ആവശ്യം. എന്തായാലും ആ തരത്തിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പരമാവധി നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടിന്റെ തന്നെ ഒരു വേദനയായി രഞ്ജിത മാറിയ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം വലിയ സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോവുകയും ലണ്ടനിൽ ജോലിക്ക് കയറുകയും പിന്നീട് ഈ ജോലി സംബന്ധമായി കേരളത്തിലെ സർക്കാർ അവധി നീട്ടുന്നതിന് വേണ്ടി എത്തി നടപടികൾ പൂർത്തീകരിച്ച് തിരിച്ച് പോയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വിമാനാപകടം ഉണ്ടാവുകയും അതിൽ രഞ്ജിത ഉൾപ്പെടുകയും ചെയ്തത്. ആ വേദന ഈ നാടിനുണ്ട്. 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും വളരെ കഴിഞ്ഞ ദിവസം ഇതിലൊരു കുട്ടി വിജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രഞ്ജിതയ്ക്ക് നാട് യാത്രയപ്പ് നൽകുകയാണ്. വൈകിട്ട് 4:30 വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ.